ഹരി ഹരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ സവിതാ മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി. നമുക്കറിയാം പ്രശ്നോത്തരി ഉള്ളത് കൊണ്ടൊന്നും അല്ല ആൾക്കാര് കുറവായിരുന്നു. കുറെ ആഴ്ചകളിലായിട്ട് അങ്ങനെയായിരുന്നു. നമ്മളുടെ അബ്സെന്റ് ആകാല്ലാത്തിരുന്ന പല കാൻഡിഡേറ്റ്സും ഒക്കെ തന്നെ അബ്സെന്റ് ആയിരിക്കാം. അതിലൊരാൾ എനിക്കറിയാം, ശശികല മാതാജി US കണ്ടാണ്. അപ്പം ബാക്കി ഉള്ളവരൊക്കെ എന്താ ഇപ്പം ഞാൻ അംബിക മാതാജിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഭക്തിശാസ്ത്രിയോ അങ്ങനെ എന്തൊക്കെയോ മാതാജി അതിന്റെ തിരക്കിലാണെന്ന്. പിന്നെ അറിയില്ല, എല്ലാവർക്കും ഈ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട്, ഇടയ്ക്ക് വെനസ്ഡേ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. ചിലർ നാട്ടിൽ കിടന്ന് ഉറങ്ങും. എനിക്കറിയാം ക്യാമ്പതിന് ഉറക്കം വരും നന്നായിട്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നല്ലോ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോരുത്തരെ വിളിക്കുന്നതുകൊണ്ട് ഉണർന്നിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും ഓട്ടോമാറ്റിക്കലി. എനിക്ക് നാട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് ഈ സമയത്ത്. അപ്പൊ നമുക്ക് ചോദ്യം ഞാൻ ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ശ്രീമദ് ഭാഗവതം പ്രശ്നോത്തരി, സ്കന്ധം 1, അധ്യായം 1. 25 ചോദ്യം കാണാമല്ലോ എല്ലാവർക്കും സ്ക്രീനില്. കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അപ്പം എന്നാ എടുത്തോ, ബുക്കും പേപ്പറും എടുത്തോ. എല്ലാം വളരെ എളുപ്പമുള്ളതാണ്. 10 ചോദ്യങ്ങളുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് കേട്ടാ. ആദ്യത്തെ ചോദ്യം 4. സൂം ചെയ്യാൻ ഒക്കുന്നില്ലല്ലോ പ്രഭു. ചെയ്യണോ? സൂം ചെയ്യാൻ ഒക്കുന്നില്ല. വലുതാക്കി നോക്കുക. ഇപ്പൊ കാണത്തില്ല, ഇപ്പൊ കാണത്തില്ല. ഞാൻ ഇവിടെ സൂം ചെയ്തു, ഇനി നിങ്ങൾക്ക് കാണാം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം, നൈമിശാരണ്യത്തിൽ മഹായാഗം നടത്തുന്നവർ ആരുടെ അടുത്താണ് ആത്മീയ വിഷയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയത്? എ വ്യാസദേവൻ, ബി സുഖദേവ ഗോസ്വാമി, സി സൂത ഗോസ്വാമി, ഡി പരീക്ഷിത് മഹാരാജ്. നൈമിശാരണ്യത്തിൽ മഹായാഗം നടത്തുന്നവർ ആരുടെ അടുത്താണ് ആത്മീയ വിഷയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയത്? എ വ്യാസദേവൻ, ബി സുഖദേവ് ഗോസ്വാമി, സി സൂത ഗോസ്വാമി, ഡി പരീക്ഷിത് മഹാരാജ്. രണ്ടാമത്തെ ചോദ്യം, നൈമിശാരണ്യത്തിലെ മഹായാഗം നടത്തിയ ഋഷീസ് പ്രധാനമായി ആഗ്രഹിച്ചത് എന്താണ്? എ ധാർമ്മിക രാജ്യം, ബി ദീർഘായുസ്, സി ആത്മീയ സംശയങ്ങൾക്കുത്തരം, ഡി സമ്പൽ സമൃദ്ധി. മൂന്നാമത്തെ ചോദ്യം, കലിയുഗത്തിന്റെ പ്രധാന ദോഷമായി അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് ഏത്? എ അധിക ശക്തി, ബി ദീർഘായുസ്, സി അജ്ഞതയും ദുർബലതയും, ഡി ഭൗതിക സമൃദ്ധി. കലിയുഗത്തിന്റെ പ്രധാന ദോഷമായി ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? എ അധിക ശക്തി, ബി ദീർഘായുസ്, സി അജ്ഞതയും ദുർബലതയും, ഡി ഭൗതിക സമൃദ്ധി. നാലാമത്തെ ചോദ്യം, സൂത ഗോസ്വാമിയെ യോഗ്യനായ ഗുരുവായി സന്യാസികൾ കാണുന്നത് എന്തുകൊണ്ട്? എ അദ്ദേഹത്തിന് ധനസമ്പത്ത് കൂടുതലായതിനാൽ,
ബി അദ്ദേഹം വേദങ്ങളിലും പുരാണങ്ങളിലും പ്രാവീണ്യമുള്ളതിനാൽ, സി അദ്ദേഹം ഒരു രാജാവായതിനാൽ, ഡി അദ്ദേഹം യുദ്ധവിദ്യയിൽ വിദഗ്ധനായതിനാൽ. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. സൂത ഗോസ്വാമിയെ യോഗ്യനായ ഗുരുവായി സന്യാസികൾ കാണുന്നത് എന്തുകൊണ്ടാണ്? എ അദ്ദേഹത്തിന് ധനസമ്പത്ത് കൂടുതലായതിനാൽ, ബി അദ്ദേഹം വേദങ്ങളിലും പുരാണങ്ങളിലും പ്രാവീണ്യമുള്ളതിനാൽ, സി അദ്ദേഹം ഒരു രാജാവായതിനാൽ, ഡി അദ്ദേഹം യുദ്ധവിദ്യയിൽ വിദഗ്ധനായതിനാൽ. 5. നിത്യധർമ്മമായി സന്യാസികൾ ചോദിച്ചത് എന്തിനെക്കുറിച്ചാണ്? എ പ്രതിഷ്ഠാസൂത്രം, ബി യാഗവിധി, സി ആത്മീയ സ്വഭാവം, ഡി രാജയോദ്ധാവിന്റെ കടമകൾ. നിത്യധർമ്മമായി സന്യാസികൾ ചോദിച്ചത് എന്തിനെക്കുറിച്ചാണ്? എ പ്രതിഷ്ഠാസൂത്രം, ബി യാഗവിധി, സി ആത്മീയ സ്വഭാവം, ഡി രാജയോദ്ധാവിന്റെ കടമകൾ. അടുത്തത് 6-ാമത്തെ ചോദ്യം. ഭാഗവതം കേൾക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം എന്താണ്? എ യുദ്ധവിജയം, ബി വംശോന്നതി, സി ഹൃദയശുദ്ധി, ഡി ധനവർദ്ധനം. 6-ാമത്തെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഭാഗവതം പ്രഭു ഉത്തരം അങ്ങോട്ട് സ്ക്രോൾ ചെയ്യായിരുന്നു, മോളിക്ക് വരുന്നില്ലേ? ഭാഗവതം കേൾക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം എന്താണ്? എ യുദ്ധവിജയം, ബി വംശോന്നതി, സി ഹൃദയശുദ്ധി, ഡി ധനവർദ്ധനം. 7. കലിയുഗത്തിൽ ദൈവനിഷ്ഠ സംരക്ഷിക്കാൻ പ്രധാനമായി ആവശ്യമുള്ളത് എന്ത്? കലിയുഗത്തിൽ ദൈവനിഷ്ഠ സംരക്ഷിക്കാൻ പ്രധാനമായി ആവശ്യമുള്ളത് എന്ത്? എ കഠിന തപശ്ചര്യ, ബി ദൃഢമായ ഭക്തി, സി ദീർഘമായ വേദപഠനം, ഡി ബലിയും യാഗങ്ങളും അല്ലെങ്കിൽ ബലിയാഗങ്ങൾ. എട്ടാമത്തെ ചോദ്യം. സൂത ഗോസ്വാമി സംസാരിക്കുന്നത് കേൾക്കാൻ സന്യാസികൾ ആഗ്രഹിച്ചതിന്റെ കാരണം എന്താണ്? എ കഥ രസകരമായതിനാൽ, ബി അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടാണ്, സി അദ്ദേഹത്തിന്റെ തപസ്യയുടെ ഫലമാണ്, ഡി വേദങ്ങളിൽ സമഗ്ര ജ്ഞാനമുള്ളതുകൊണ്ടാണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്ന ചോദ്യം. സൂത ഗോസ്വാമി സംസാരിക്കുന്നത് കേൾക്കാൻ സന്യാസികൾ ആഗ്രഹിച്ചതിന്റെ കാരണം എ കഥ രസകരമായതിനാൽ, ബി അദ്ദേഹത്തിന്റെ വിനയം, സി അദ്ദേഹത്തിന്റെ തപസ്യയുടെ ഫലം, ഡി വേദങ്ങളിലുള്ള സമഗ്രമായ ജ്ഞാനം. 9. ഭാഗവതത്തിന്റെ ഉദ്ഭവം പ്രധാനമായി ഏത് അവതാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ വരാഹ അവതാരം, ബി നാരായണ അവതാരം, സി കൃഷ്ണാവതാരം, ഡി രാമാവതാരം. ഭാഗവതത്തിന്റെ ഉദ്ഭവം പ്രധാനമായി ഏത് അവതാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ വരാഹാവതാരം, ബി നാരായണ അവതാരം, സി കൃഷ്ണാവതാരം, ഡി രാമാവതാരം. 10. ഈ അദ്ധ്യായത്തിൽ സൂചിപ്പിക്കുന്ന അത്യന്ത ശ്രേയസ് എന്നത് ഉണ്ടാക്കുന്നത് ഏതാണ്? എ ഭൗതിക വിജയങ്ങൾ, ബി നാൾഫലം, സി ദൈവാനുഗ്രഹം, ഡി പരമസാക്ഷാത്കാരം. ഈ അദ്ധ്യായത്തിൽ സൂചിപ്പിക്കുന്ന അത്യന്ത ശ്രേയസ് എന്നത് ഉണ്ടാക്കുന്നത് താഴെ പറയുന്ന ഏത് കാര്യങ്ങൾ കൊണ്ടാണ്? എ ഭൗതിക വിജയങ്ങൾ, ബി നാൾഫലം, സി ദൈവാനുഗ്രഹം, ഡി പരമസാക്ഷാത്കാരം.
മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു 15 ചോദ്യമുണ്ട്. അത് നിങ്ങൾ തന്നെ ഉത്തരം എഴുതേണ്ടതാണ്. പ്രഭു ആദ്യത്തെ 4 ചോദ്യം ഞാൻ എഴുതിയില്ല, കണ്ടുമില്ല, കേറിയില്ലായിരുന്നു. 4 ഞാൻ ആദ്യത്തെ. അമ്മ വന്നത് എവിടെ പോയി കിടക്കായിരുന്നു? കുറെ നാളുകളല്ല, വർഷങ്ങളായി കണ്ട പോലെ തോന്നിക്കുന്നു. ഇപ്പൊ എല്ലാരും ഒരു ക്ലാസ് ചോദിച്ചേ ഉള്ളൂ. കഴിഞ്ഞേ ഉള്ളൂ പ്രഭു. കഴിയേ ഞാൻ ഇതിനകത്തോട്ട് കയറുകയും കൂടെ ആയിരുന്നു. തീർന്നതേ ഉള്ളൂ ഇപ്പൊ ഒരു ക്ലാസ്. ഭാഗവതമായിരുന്നു അതും. അതെല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളെ ഭക്തിശാസ്ത്രി പഠിപ്പിക്കുന്ന അദ്ദേഹമായിരുന്നു. അതാ കയറിയത്. അതെല്ലേ. കുഴപ്പമില്ല. ആദ്യത്തെ 4 ഞാൻ 3 എഴുതിയിട്ടില്ല, അത് അത് കണ്ടില്ല ഞാൻ ഈ ക്വസ്റ്റ്യൻ. അത് ഞാൻ അവസാനം ആ ചോദ്യം ഷെയർ ചെയ്യാം. ഇത് തീരും. ആയിക്കോട്ടെ. അടുത്ത 11 ഇനി ഒറ്റ വായിച്ചുമില്ല. വാക്കിൽ ഇനി ഓപ്ഷൻസ് ഇല്ല. വിചാരണത്തിന് സന്യാസികൾ. നൈമിഷാരണ്യത്തിലെ സന്യാസികൾ ദീർഘമായ യാഗം നടത്തിയത് എന്തിനാണ്? ആ, നൈമിഷാരണ്യത്തിലെ സന്യാസികൾ ദീർഘമായ യാഗം നടത്തിയത് എന്തിനാണ്? വേണമെങ്കിൽ ഒരു കുറച്ച് ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതാം. നമ്മൾ ക്ലാസ് എടുത്തപ്പം ഇതെല്ലാം പറഞ്ഞു പോയതാണ് അല്ലേ? വിചാരണത്തിന്. 12 സൂത ഗോസ്വാമിയുടെ വചനങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ട് ആത്മീയമായ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു? പതിമൂന്നാമത്തെ ചോദ്യം, കലിയുഗത്തിന്റെ സ്വഭാവദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക. കലിയുഗത്തിൽ ഒരുപാടുണ്ട്. അതിൽ പ്രധാനമായ ഒരു 4 എണ്ണം എഴുതുവാണെങ്കിൽ ഫുൾ മാർക്ക് ഉണ്ടാവും. പതിനാല് നിത്യധർമ്മം ചോദിച്ചപ്പോൾ സന്യാസികൾ യഥാർത്ഥത്തിൽ എന്താണ് അറിയാൻ ആഗ്രഹിച്ചത്? നിത്യധർമ്മം എന്നതിൽ നിത്യധർമ്മം ചോദിച്ചപ്പോൾ സന്യാസികൾ യഥാർത്ഥത്തിൽ എന്തറിയാനായിട്ടാണ് ആഗ്രഹിച്ചത്? അടുത്തത് 15ാമത്തെ ചോദ്യം, ഭാഗവതം ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഭാഗവതം ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പതിനാറ് ഭാഗവതം കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു? ഭാഗവതം കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തു മാറ്റം ഉണ്ടാക്കുന്നു?
17 വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചിട്ടും ഭാഗവതം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചിട്ടും ഭാഗവതം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? 18 ഈ അധ്യായത്തിൽ ശുദ്ധഭക്തിയുടെ പ്രധാന ലക്ഷണം എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക. ഒരു 4 മിനിമം എഴുതാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. ശുദ്ധഭക്തിയുടെ പ്രധാന ലക്ഷണങ്ങൾ. പത്തൊൻപത് സൂത ഗോസ്വാമിക്ക് ലഭിച്ച ആത്മീയമായ ആ പരമ്പര സമ്പ്രദായത്തെപ്പറ്റി ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുക. ഷോർട്ടായിട്ട്. പരമ്പര വലിയ പരമ്പരയാണ്. നമ്മൾ ആ സൂത ഗോസ്വാമി എങ്ങനെയാണ് പരമ്പരയായിട്ട് കണക്ട് ആയതെന്ന് മാത്രം സൂചിപ്പിക്കുക. ഇരുപത് സന്യാസികൾ സൂതനോട് ചോദിച്ച പ്രധാന ചോദ്യങ്ങൾ ഏതെല്ലാമാണ്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു 6 ചോദ്യം കണ്ട് ഞാൻ അംബിക മാതാജിക്ക് അറിയാവുന്നതാണല്ലോ അല്ലെ? നിങ്ങളൊക്കെ പറഞ്ഞല്ലേ രാധിക മാതാജിക്ക് അറിയാവുന്ന. അതിലെ പ്രധാനപ്പെട്ട 3 സബ്ജക്ട് ടോപ്പിക് എങ്കിലും പറയാം. ഇരുപത്തി ഒന്ന് ഒന്ന് എഴുതിക്കോട്ടെ പ്രഭു. കലിയുഗത്തിൽ ഭക്തി എങ്ങനെ രക്ഷാകവചമാകുന്നു? കലിയുഗത്തിൽ ഭക്തി എങ്ങനെ രക്ഷാകവചമാകുന്നു? ഇരുപത്തിരണ്ട് ഉപാസനയുടെ വിവിധ മാർഗങ്ങൾക്കിടയിൽ ഭാഗവതം ശ്രവണത്തിന് ഉയർന്ന സ്ഥാനം നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഉപാസനയുടെ വിവിധ മാർഗങ്ങൾക്കിടയിൽ ശ്രീമദ് ഭാഗവതം ശ്രവണത്തിന് ഉയർന്ന സ്ഥാനം നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്?
23 ഈ അധ്യായം പ്രകാരം ദൈവനാമസ്മരണയുടെ പ്രാധാന്യം വിശദീകരിക്കുക. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ദൈവനാമസ്മരണയുടെ പ്രാധാന്യം വിശദീകരിക്കുക. ഇരുപത്തിനാല് ധർമ്മത്തിന്റെ ക്ഷയം മനുഷ്യജീവിതത്തിൽ എന്ത് പ്രതിഫലനം സൃഷ്ടിക്കുന്നു? ധർമ്മത്തിന്റെ ക്ഷയം മനുഷ്യജീവിതത്തിൽ എന്ത് പ്രതിഫലനം സൃഷ്ടിക്കുന്നു? ഇരുപത്തിയഞ്ചാമത്തെ അവസാനത്തെ ചോദ്യം. ഭാഗവതം പരമപുരുഷാർത്ഥമായി കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ശ്രീമദ് ഭാഗവതം പരമ പുരുഷാർത്ഥമായി കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഇനി ജ്ഞാനാംബിക മാതാജിക്ക് ആദ്യത്തെ 4 ചോദ്യങ്ങള് നോക്കാം. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് സ്ക്രീനില്. എന്നിട്ട് നമുക്ക് ഉത്തരം വായിക്കാം. കാണാമല്ലോ മാതാജിക്ക്? കാണാം കാണാം. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരെണ്ണം കൂടെ എഴുതാനുണ്ട്, സാരമില്ല. എഴുതിക്കൊന്നാ? 11ാമത്തെ ക്വസ്റ്റ്യൻ. അതിങ്ങോട്ട് 11. വരുന്നില്ല. നൈമിശാരണ്യത്തിലെ സന്യാസികൾ ദീർഘമായ യാഗം നടത്തിയത് എന്തിനാണ്? ആ, ദീർഘമായി യാഗം നടത്തി. അത് പിന്നെ ഇതില്ലല്ലോ, ചോയ്സ് ഇല്ലല്ലോ അല്ലേ? ഇല്ല. അതിന് ചോയ്സ് ഇല്ല. ദീർഘമായി യാഗം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുവാണ്. ഉത്തരം പറയാൻ തുടങ്ങുവാണ്. ഉത്തരങ്ങൾ. ആദ്യത്തെ ചോദ്യം, നൈമിശാരണ്യത്തിൽ മഹായാഗം നടത്തുന്നവർ ആരുടെ അടുത്താണ് ആത്മീയ വിഷയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയത്? ആരാണ് ശരിയായിട്ടുള്ള ഉത്തരം? സൂത ഗോസ്വാമി. സൂത ഗോസ്വാമിയാണ് ശരിയായ ഉത്തരം. ഉത്തര സി. അതെ.
രണ്ടാമത്തെ ചോദ്യം, നിങ്ങളൊക്കെ ഉണ്ടോ അതോ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ? ബാക്കി ആരെയും ഇല്ല കാണുന്നില്ല. ഇല്ല ഉണ്ട് ഉണ്ട് ഉണ്ടല്ലേ? ഉണ്ട് പ്രഭു. ഹരി ബോൽ, ഹരേ കൃഷ്ണ. നൈമിസാരണ്യത്തിലെ മഹായാഗം നടത്തിയ ഋഷീസ് പ്രധാനമായി ആഗ്രഹിച്ചിരുന്നത് എന്തിനാണ്? ആത്മീയ സംശയങ്ങൾക്ക് ഉത്തരം സി ആണല്ലോ ആത്മീ സി. ആത്മീയ സംശയങ്ങൾക്ക് ഉത്തരം സി. സി. മൂന്നാമത്തെ ചോദ്യം, കലിയുഗത്തിന്റെ പ്രധാന ദോഷമായി സൂചിപ്പിച്ചിരിക്കുന്ന എന്താണ്? അത് വീണ്ടും അത് സി അല്ലേ? സി, സി. അജ്ഞതയും അത് ദുർബലതയും. സി. അത് സി സി അതെ. ആണ്. നാലാമത്തേത്, സൂത ഗോസ്വാമിയെ യോഗ്യനായ ഗുരുവായി സന്യാസികൾ കാണുന്നത് അദ്ദേഹം വേദങ്ങളിലും പുരാണങ്ങളിലും പ്രാവീണ്യം ഉള്ളതുകൊണ്ട്. അല്ലേ? അതെ. ബി അതെ ബി ബി. അതെ ഉത്തരം ബി അതെ ആണ്. അതെ 5, അതെ അതെ. നിത്യധർമ്മമായി സന്യാസികൾ ചോദിച്ചത് എന്തിനെ കുറിച്ചാണ്? അത് സി ഞാൻ ആണ്, എഴുതിയ ആത്മീയ സ്വഭാവം. ആത്മീയ അതെ സ്വഭാവം. അതെ 6, ഭാഗവതം കേൾക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം എന്താണ്? ഹൃദയ ഹൃദയശുദ്ധി ശുദ്ധിയാണ്. സി. ഉത്തരം ശരിയാ. സി ആണ്, സി. സി. ശരി. 7, കലിയുഗത്തിൽ ദൈവനിഷ്ഠ സംരക്ഷിക്കാൻ പ്രധാനമായി ആവശ്യമുള്ളത് എന്താണ്? ദൃഢമായ 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 ഭക്തി ഭക്തിയാണ് വേണ്ടത്. ഉത്തരം ബി. അതെ അതെ ശരി. കറക്റ്റ്. 8, സൂത ഗോസ്വാമി സംസാരിക്കുന്നത് കേൾക്കാൻ സന്യാസികൾ ആഗ്രഹിച്ചതിന്റെ കാരണം വേദങ്ങളിൽ വേദങ്ങളിൽ സമഗ്രജ്ഞ സമഗ്രമായ പാണ്ഡിത്യം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഉത്തരം ഡി. ഡി ആണ്, ഡി. ഡി. കറക്റ്റ്. ഇനി അടുത്തത് 9, ഭാഗവതത്തിന്റെ ഉത്ഭവം പ്രധാനമായി ഏത് അവതാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി ആണ്, കൃഷ്ണാവതാരം. സി. കൃഷ്ണാവതാരം. സി, കൃഷ്ണാവതാരം. കൃഷ്ണാവതാരം. 10, ഈ അധ്യായത്തിൽ സൂചിപ്പിച്ച അത്യന്ത ശ്രേയസ് എന്നത് ഉണ്ടാക്കുന്നത് എന്താണ്? പരമസാക്ഷാത്കാരം ഡി. പരമസാക്ഷാത്കാരം. ഡി. ഡി ഡി. ആണ്, ഇത് പരമസാക്ഷാത്കാരം. ഇത് 10 ശരി. അടുത്തതാണ് ഒന്നും ഇതാണ് മാതാജിക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞത്. അല്ല 10 ശരിയായില്ലേ? പ്രഭു, ഇതെല്ലാം അത് 9 ശരിയാ. ബാക്കി ഒന്നും ഞാൻ എഴുതിയിട്ടില്ല പ്രഭു. 9 ഇതിന്റെ അകത്ത് ശരിയാ. ബാക്കി ഒന്നും എഴുതിയിട്ടില്ല. ഹരി ബോൽ. പ്രഭു അടുത്തത് സത്യം 10 പറയാൻ ശരിയായി കണ്ടത് പ്രഭു. ഞാൻ ഇപ്പോഴാ കണ്ടത് സത്യത്തില്. ഞാൻ ഇപ്പൊ പത്തും ഞാൻ ശരിയായി. കണ്ടത് ക്ലാസ് കയറാനോ കണ്ടത്. പ്രഭു പിന്നെ ഗുരുവായൂരൊക്കെ പോയിരിക്കായിരുന്നു പ്രഭു. ഇതുപോലെ ചോയ്സ് തന്നാ മതിയായിരുന്നു. ഇങ്ങനെ എഴുതാൻ ഗുരുവായൂരൊക്കെ പോയിരിക്കായിരുന്നു പ്രഭു. ഇത് ഏകാദശിക്ക്. അത് കാരണം ഞാനിതൊന്നും കണ്ടുമില്ല, ഒന്നുമില്ല. അതിനിടയ്ക്ക് ഒരു പനിയും വന്നു. ആഹാ. എപ്പോഴാണ് അത് കണ്ടത്? ഞാൻ കണ്ടപ്പോ ഉള്ളത് കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അയ്യോ, ഞാൻ 9 മറന്നുപോയില്ല. ശരിയുണ്ട്. ആ സതി മാതാജി ആരില്ലെന്ന് വിളിക്കായിരുന്നേ ഉള്ള, ഞാൻ മറന്നുപോയി. മാതാജി മറന്നു പോകുന്നു ക്ലാസ്. ഉം. കൃഷ്ണ, മറന്നുപോയി. ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴാ മറന്നുപോയി. അല്ല, കണ്ടത്. ഞാൻ ഓർപ്പിക്കാമെന്ന് പറഞ്ഞാണ് മിസ് കോൾ ഇവിടെ. എനിക്കതിനുള്ള സമയം, ഞാൻ ഓഫീസിൽ നിന്ന് ആ, വന്ന ഉടനെ ആ. ഇന്ന് ലേറ്റ് ആയി പോയി. നല്ല ബ്ലോക്ക് ആയിരുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സിൽ കയറിയില്ല കാരണം കയറാൻ പറ്റിയില്ല. ഇതില് ഈ ലാസ്റ്റ് ഉള്ളത് അല്ലെ ഭാഗവതത്തില്. പിന്നെ ഭഗവത്ഗീത കയറി, ഭാഗവത്തിൽ കയറിയില്ലായിരുന്നു 2 ക്ലാസ്സിൽ. ഓക്കെ. ഇനി 11ാമത്തെ ചോദ്യം, നൈമിശാരണ്യത്തിലെ സന്യാസികൾ ദീർഘമായ യാഗം നടത്തിയത് എന്തുകൊണ്ടാണ്? ആർക്കാ പറയാൻ പറ്റുന്നത്? അവർക്കുള്ള ആത്മീയമായ സംശയങ്ങൾ അതാണോ പ്രഭു? ആത്മീയ ക്ഷേമം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അത് ഞാൻ അതായത് എഴുതിയില്ല. കലിയുഗമല്ലേ, കലിയുഗത്തിൽ മനുഷ്യർക്ക് എപ്പോഴും എന്താണ് ആത്മീയ ച്യുതി ഉണ്ടാകുന്നത്. അപ്പൊ ആത്മീയ ക്ഷേമം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാഗം നടത്തിയത്. 12, സൂത ഗോസ്വാമിയുടെ വചനങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ട് ആത്മീയ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു? അത് അദ്ദേഹം ശുഖബ്രഹ്മർഷിയിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ്. സുഖദേവ ഗോസ്വാമിയിൽ നിന്ന് നേരിട്ട് പഠിച്ചത്. ഗംഗാതീരത്ത് വെച്ച് കേട്ടിട്ട് അത് അദ്ദേഹം ആ ഉത്തരം പറഞ്ഞു ശരിയാണ്. കൊടുത്താണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം വേദങ്ങളിലുള്ള നല്ല പാണ്ഡിത്യം, പിന്നെ എന്താണ് ഭക്തിയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇത് നേരിട്ട് കേട്ടതാണ്. അദ്ദേഹം ഈ അതെ. ഭാഗവത കഥ ഗംഗാതീരത്ത് വെച്ച് നേരിട്ട് കേട്ടതാണ്. നേരിട്ട് കേട്ടിട്ട് അത് നൈമിഷാരണ്യത്തില് അതേപടി തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ. അതെ. അതായത് അദ്ദേഹം ഒരു മെസ്സഞ്ചറിന്റെ ജോബാണ് ചെയ്തത്, അല്ലേ? ഒരു പോസ്റ്റ്മാന് നമ്മൾ ആ ഒരു പാക്കറ്റ് നമ്മുടെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ സാധനങ്ങൾ മുഴുവൻ എടുത്ത് ടേസ്റ്റ് നോക്കി തീർത്തിട്ടാണോ നമുക്ക് തരുന്നത്? അതേപടി കൊണ്ടേ തരും, അതേ പാക്കറ്റ്, അല്ലേ? എന്ന് പറയുന്ന പോലെ ജോലിയാണ് ഈ സൂതഗോസ്വാമി അല്ലെങ്കിൽ ഈ ഗുരുക്കന്മാര് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം
ആചാര്യന്മാരിൽ കൂടെ കേട്ടത് അതേപടി പറയുമ്പോഴാണ് അവരുടെ ആ മാഹാത്മ്യം വരുന്നത്. അല്ല എങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, വ്യതിചലിച്ചു പോകും. അടുത്തത് 13, കലിയുഗത്തിന്റെ സ്വഭാവ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക. എന്തൊക്കെയാണ് മെയിനായിട്ട്? കലിയുഗത്തിൽ പ്രായേണ ശരിയാണ്. അല്പായുസ്സുള്ളവരാണ്, ഉത്സാഹം കുറഞ്ഞവരും, ബുദ്ധിയില്ലാത്തവരും, ഭാഗ്യമില്ലാത്തവരും, അല്ലെ? അങ്ങനെ രോഗങ്ങൾ അങ്ങനത്തെ എല്ലാം വരും. 4 പ്രധാനമായിട്ടുള്ളത് ഉണ്ട്. അതുകൂടാതെ അജ്ഞത, അസ്വസ്ഥതയുണ്ട്, ദുർബല ബുദ്ധിയുണ്ട്, അധിക ആസക്തി. ഇത് 3 ഈ കലിയുഗത്തിലെ 4 സ്തംഭങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ദോഷങ്ങളായിട്ടുള്ള ബുദ്ധിയില്ല, അജ്ഞത അല്ലെ? എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ മടി, എല്ലാ കാര്യത്തിലും ഒരു മടി, വഞ്ചിക്കപ്പെടാനുള്ള, അല്ലെ? അതെ അതെ അതെ, വഞ്ചിക്കപ്പെടാനും വഞ്ചിക്കാനുമുള്ള വ്യഗ്രത. വ്യഗ്രത. പിന്നെ ദുർബല ബുദ്ധി, ബുദ്ധി വളരെ ദുർബലമാണ്, വികലമായ ബുദ്ധി. പിന്നെ അധിക ആസക്തി, അമിതമായ ആസക്തി. ഉം. അടുത്തത് പ്രഭു, 10. ക്രോധം, അഹങ്കാരം, മറവി, ധൈര്യമില്ലായ്മ, ആയുസ് കുറവ്, അതിന് മാർക്ക് കിട്ടോ? അതല്ലല്ലോ അത് അല്ല. ആ, മാതാജി, അത് ആ, ഒരു ദോഷമല്ല. അത് ക്രോധം എന്ന് പറഞ്ഞ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് കാമത്തിന്റെ, അല്ലേ? ഓക്കെ. മറവി. കാമം വരും. മറവി കുഴപ്പമില്ല. 14, നിത്യധർമ്മം ചോദിച്ചപ്പോൾ സന്യാസികൾ യഥാർത്ഥത്തിൽ എന്താണ് അറിയാൻ ആഗ്രഹിച്ചത്? ഭാഗവത ധർമ്മമാണ്. ഭാഗവത ധർമ്മം. അതായത് ഏകദേശം ശരിയായിട്ട് ഇതിലേക്ക് വന്നു. മനുഷ്യന്റെ ജീവിതാന്ത്യം വരെ പാലിക്കേണ്ട ശുദ്ധമായ ആത്മീയ കർത്തവ്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചു. നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ഭഗവാനെ പ്ലീസ് ചെയ്യാന്നുള്ളത്, അല്ലേ? അപ്പൊ നമ്മുടെ കർത്തവ്യം എന്താണ്? ഭക്തിയുടെ ഒരു സേവനവും ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴിയാണ് എഴുതിയത്. അതായത് ജീവിതാന്ത്യം വരെ പാലിക്കേണ്ട ശുദ്ധമായ ആത്മീയ കർത്തവ്യം എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹിച്ചു. അതായത് പ്രഭു, ആ ആത്മീയ കർത്തവ്യം എന്ന് പറഞ്ഞ എന്താണ്? ഭക്തിയുത സേവനം അല്ലെങ്കിൽ അതെഴുതി ഡിവോഷണൽ സർവീസ്. ഭക്തിയുടെ സേവനം എഴുതി, ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴിയും എഴുതി. ഇത് രണ്ടെണ്ണം എഴുതി. അതെ, അതായത് ശരിയാണ്. പ്രഭു, ഇത് 15. ഒരു വ്യക്തി ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിരുന്നു. അത് പറ്റുമോ? അതും കുഴപ്പമില്ല. ഓക്കെ. ഇനി അടുത്തത് 15, ഭാഗവതം ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം റിലേറ്റഡ് ആണ് കേട്ടോ. അത് ഫലാസക്തി തീരെയില്ലാത്ത, അതുപോലെ പരിശുദ്ധ ഭാഗവതം ധർമ്മമാണ്, അല്ലെ? അതിലെ സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് കാലത്തിലും നമുക്ക് അതിലുള്ള തത്വം നമ്മൾ സ്വീകരിക്കുക. അതാണ് പ്രഭു. അത് ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ട്. അതായത് സത്യം പരം ധീമഹി എന്നുള്ള ലൈനാണ് ഞാൻ ഇതിന് ഉത്തരമായിട്ട് പറയുന്നത്. അതായത് പരമസത്യത്തെ നേരിട്ട് ഉപദേശിക്കുന്നു. ആരാണ് പരമസത്യം എന്ന് ഭഗവാൻ പറയുന്നു? അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഭഗവാൻ ഭാഗവത്തിൽ അടങ്ങിയിരിക്കുന്നു. അതായത് മറ്റുള്ള വേദങ്ങളൊക്കെ പഠിച്ചപ്പോ എന്താണ്, അതിൻ്റെ അകത്തൊന്നും ആ പരമസത്യം ഇന്നതാണെന്ന് പറയുന്നില്ല, പേര് പറയുന്നില്ല. എവിടെയോ ഒരു സത്യമുണ്ട് ഭഗവാന്റെ എന്ന് പറയുന്നില്ല. ഇവിടെ ആ ഭാഗവതത്തിലെ സത്യം ധർമ്മം ഇന്ന ഇവിടെ ആളാണെന്ന് എഴുതിയിരിക്കുന്ന പറയുന്നു. ഈ വാസുദേവനാണ് ഭഗവാൻ പരമസത്യം എന്ന് ഭാഗവത്തിൽ പറയുന്നു. ഡയറക്റ്റ് ആയിട്ട് ആളെ ചൂണ്ടിക്കാണിക്കുക, ഇതാണ് പരമസത്യം എന്ന്. അതാണ് ഈ ഭാഗവത്തിന്റെ വ്യത്യാസം. അപ്പൊ പരമസത്യത്തെ നേരിട്ട് ഉപദേശിക്കുന്നത് കൊണ്ടും, പിന്നെ ഭഗവാന്റെ എന്താണ്, ലീലകളും ഭക്തിയെ പരമശ്രേയസ്കരമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഭക്തിയാണ് ഇതിനകത്ത് ടോപ്പ് മോസ്റ്റ് ആയിട്ട് പറയുന്നത്. ഭക്തിയിൽ കുറഞ്ഞ യാതൊരു പ്രോസസ്സിനെ അംഗീകരിക്കുന്നില്ല. മറ്റുള്ള വേദങ്ങളിലൊക്കെ ഈ യോഗയും അങ്ങനെയൊക്കെയുള്ള പല പല ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്, അല്ലെ? പല അഷ്ടാംഗ യോഗ അടക്കം മറ്റ് പല. ഇതാണ് ഭക്തിയാണ് ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഇതിനകത്ത് പറയുന്നത്. ഒന്ന്, ആ പരമസത്യം ആരാണ്, അദ്ദേഹത്തിന്റെ പേര് സഹിതം വാസുദേവനാണ് എന്ന് പറയുന്നു, അല്ലെ? ആ പേര് പറയുന്നു, ഇതാണ് പരമസത്യം. മറ്റിൻ്റെ അത് പേരില്ല. മറ്റുള്ള വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ ആ പേര് പറയുന്നില്ല. അതുപോലെ തന്നെ ആ എന്താണ്, ഭക്തിയാണ് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഇതെന്നും പറയുന്നു. ഭക്തി അതിൽ കവിഞ്ഞൊന്നില്ല. വേറെ എത്രയൊക്കെ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അവസാനം ഭക്തി ഉണ്ടെങ്കിലേ ആ പരമസത്യത്തെ കിട്ടുള്ളൂ. അത് വളരെ ക്ലിയർ ആയിട്ട് ഭാഗവതത്തിൽ പറയുന്നു. ഇനി അടുത്തത് 15, ഭാഗവതം ആത്മീയ ജീവിതത്തിൽ അത് പറഞ്ഞു. 16, ഭാഗവതം കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? മനോമാലിന്യങ്ങൾ മാറുന്നു. മനോമാലിന്യങ്ങൾ പരിശുദ്ധം
പരിശുദ്ധമാക്കും, ജ്ഞാനാംബിക ഭക്തനാക്കും, മാതാജി പറഞ്ഞാണ് ശരി. ഹൃദയത്തിലെ മാലിന്യം ജ്ഞാനമാദ്യം നീക്കി ഭക്തിയെ വളർത്തുന്നു. മാലിന്യം ഉണ്ടെങ്കിൽ ഭക്തി അതന്നെ വരില്ല. ഞാൻ അതന്നെ ഇരിക്കുന്ന പ്രഭു മനസ്സ് പരിശുദ്ധമാക്കുകയും ഭക്തനാക്കി പരമാനന്ദം കൈവരുകയും ചെയ്യുന്നു. ആ, കുഴപ്പമില്ല. 17 വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിച്ചിട്ടും ഭാഗവതം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? അതില് ഭക്തിക്കാണ് ഭാഗവതത്തില് മുൻതൂക്കം. അതാണ് ഭഗവാനെ അതായത് കുറിച്ചുള്ള കഥകൾ. ദൈവ സാക്ഷാത്കാരത്തിനേക്കുള്ള പ്രായോഗികമായ മാർഗം ഭാഗവതം നിർദ്ദേശിക്കുന്നു. മറ്റുള്ളവരൊക്കെ വളഞ്ഞ വഴികളാണ് നിർദ്ദേശിക്കുന്നത്, അല്ലേ? 1000 ഞാൻ വർഷമൊക്കെ തപസ് ചെയ്ത് എഴുതിയിരിക്കുന്നത് പ്രഭു ശ്വാസമൊക്കെ പിടിച്ചിരുന്ന് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെല്ലുന്ന എവിടെയാ? ഞാൻ ബ്രഹ്മജ്യോതിസ് വരെ. ഞാൻ എഴുതിയിരിക്കുന്ന പ്രഭു മനുഷ്യന് ശ്രേയസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതാണ് പഠിക്കേണ്ട അത്യാവശ്യം എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മളുടെ ശരിയാണോ ചോദ്യം അത്? ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാതാജിക്ക് മനസ്സിലാവും. എന്തായിരുന്നു ചോദ്യം? ചോദ്യം വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചിട്ടും ഭാഗവതം ആവശ്യമായി ഭാഗവതം വരുന്നത് ആവശ്യമായി എന്തുകൊണ്ട്? വരുന്നത് എന്തുകൊണ്ട്? അതെ, അപ്പൊ അത് വേദത്തിനകത്തൊക്കെ വളഞ്ഞ വഴി പോലെ എഴുതിയിരിക്കുന്നു. ഇതിനകത്ത് നേരെ തന്നെ എഴുതിയിരിക്കുന്നു. നേരിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവ ആ, അതാണ്. സാക്ഷാത്കാരത്തിലേക്കുള്ള അല്ലെങ്കിൽ ഭഗവാൻ അതാണ്. സാക്ഷാത്കാരം. അതായത് അതെ, നമ്മൾ 3 മനുഷ്യൻ റിയലൈസേഷൻ പഠിച്ചില്ലേ? 3 ഉണ്ട്. റിയലൈസേഷൻ പഠിച്ചപ്പോ ഇത് ഭഗവാൻ സാക്ഷാത്കാരമാണ് ഊന്നി നിൽക്കുന്നത്. അതാണ് അതിലേക്കുള്ള അതാണ് ചോപ്പ്. പ്രായോഗികമായ മാർഗം. അതായത് നമ്മൾക്ക് മറ്റുള്ള പലരും എന്താണ്, അതാണ് ഞാൻ എഴുതിയത്. ഇത് വളരെ സിമ്പിൾ അല്ലേ നമ്മുടേത്? മറ്റുള്ളവരൊക്കെ അതെ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെ അപ്പൊ വളഞ്ഞു ചുറ്റി ഭഗവാൻ ഇങ്ങനെ മൂക്കെ മനുഷ്യന് വേണ്ടി പിടിക്കുന്നു. നമ്മൾ നേരിട്ട് ചെയ്യാവുന്ന മൂക്കെ പിടിക്കും. കാര്യങ്ങൾ. നമ്മള് അപ്പൊ അതിന് എലിവേറ്ററിൽ മാർഗമുണ്ടോ കൂടെ ഭഗവാൻ? പോകുന്നു, മറ്റുള്ളവര് സ്റ്റെപ്പ് കയറി പോകുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് നേരിട്ടുള്ള മാർഗമുണ്ടോ? മാർഗം നിർദ്ദേശിക്കുന്നു. അതാണ് അതിന് കേട്ടോ. മാർഗമുണ്ടോ പ്രഭു? മാർഗമുണ്ടോ? അരമാർക്ക്. ശരി. അടുത്തത് 18. ഈ അധ്യായത്തിൽ ശുദ്ധഭക്തിയുടെ പ്രധാന ലക്ഷണം എന്തൊക്കെയാണ് പറയപ്പെടുന്നത്? ശുദ്ധഭക്തിയുടെ ശ്രവണം കീർത്തനമാണോ? അല്ല, അത് അല്ല. 9 ഭക്തിയല്ലേ, നവവിധ ഭക്തിയാണ്. അപ്പൊ അതുമില്ല. ശുദ്ധ ശുദ്ധ ഭക്തർക്ക് അസൂയ ഉണ്ടാവില്ല മറ്റുള്ള വേറൊരു ഭക്തനോട് ഒരു സഹായിക്കാൻ. ചെറുതായിട്ടൊക്കെ ശരിയാണ്. പറഞ്ഞു മാതാജി. അതല്ല ഒരാളെ നമുക്ക് നമ്മളും ഉയരണം, ഒപ്പം മറ്റുള്ളവരെയും കൂടി ഭഗവാന്റെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർ കറക്റ്റ്. ആഗ്രഹിക്കുന്നു. ആ അതുപോലെ ഹരിനാമ കീർത്തനത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. 4 യമനിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അതൊക്കെയാണ്. ഏകദേശം കുറച്ചൊക്കെ ശരിയാണ്. 50% തരാം. ഒന്ന് നിഷ്കാമത. ശുദ്ധഭക്തിയുടെ ലക്ഷണം നിഷ്കാമത, അതായത് കാമമില്ല, പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നുമില്ല. പിന്നെ അഹങ്കാര അസൂയ രാഹിത്യം, അഹങ്കാരമില്ലായ്മ, അല്ലെ? അഹങ്കാരമില്ല. അഹങ്കാര വിമൂഢാത്മ. അതെ, അത് തന്നെ. അതുപോലെ ദൈവനിഷ്ഠ, വിനയം അല്ലേ? ദൈവനിഷ്ഠ. പിന്നെ വിനിമ്രത. പിന്നെ വിനയം. നാമസ്മരണയോട് ഉള്ള പ്രീതി, അതായത് നാമത്തോടുള്ള ആസക്തി, ഭഗവാന്റെ നാമത്തോടുള്ള ആസക്തി. ഇത് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അപ്പം നമുക്കൊക്കെ എത്ര പേർക്കാണ് നയനം ഗിളതശ്രുതാര വരുന്നത്? ഞാൻ ഒരുപാട് പറഞ്ഞിട്ടില്ലേ, നമുക്കൊന്നും അങ്ങനെ വരാറില്ല. അപ്പം ഇതെന്താണ്? നാമസ്മരണയോടുകൂടെ ഭഗവാന്റെ ഹരിനാമത്തോടുള്ള ആസക്തി, അതിലോടുള്ള പ്രേമം, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മള് എന്താണ് ആ ശുദ്ധഭക്തി ഉള്ളവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത എത്രാമത്തെയാണ്? 19. സൂതഗോസ്വാമിക്ക് ലഭിച്ച ആത്മീയ പരമ്പരയെ കുറിച്ച് ഒരു ലഘു വിവരണം കൊടുക്കുക. ആരാണ് ആദ്യം? ഭഗവാൻ ഭഗവാന് ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, ശുകദേവ് ഗോസ്വാമി, അതെ, ആ ബ്രഹ്മസമ്പ്രദായം അല്ലെ? ആ ബ്രഹ്മസമ്പ്രദായം അങ്ങനെ ഫോളോ ചെയ്തു. അതായത് സൂതഗോസ്വാമിക്ക് നേരിട്ട് സുഖദേവ ഗോസ്വാമിയിൽ നിന്ന് കിട്ടി, സുഖദേവ ഗോസ്വാമി വ്യാസദേവനിൽ നിന്ന് കിട്ടി, വ്യാസദേവന് കിട്ടിയ നാരദമുനിയിൽ നിന്ന്, നാരദമുനി എവിടെ നിന്നാണ് കിട്ടിയത്? ബ്രഹ്മദേവനിൽ നിന്ന്. ബ്രഹ്മദേവന് ആരാണ് കൊടുത്തത്? ഭഗവാനാണ് കൊടുത്തത്. അത് ശരിക്കും ഫുൾ എഴുതിയിട്ടുണ്ട്. ഹരിപോലെ. അടുത്ത 20. സന്യാസികൾ സൂതനോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? അതിലെ ഒരുപാട് ചോദ്യങ്ങൾ, 6 ചോദ്യം കണ്ട് പ്രധാനമായിട്ട് കൊടുത്തു. അതിലെ കുറച്ച് അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്?
മനുഷ്യൻ പാലിക്കേണ്ടതായ പരമശ്രേയസ് എന്താണ്? ഹരിബോൾ, പരമശ്രേയസ്, ഫസ്റ്റ് പോയിന്റ്. പിന്നെ പുരാണങ്ങളിലെ സാരാംശം എന്താണ്? രണ്ട് ധർമ്മത്തെ പറ്റി ചോദിച്ചു. വേദങ്ങളിലെ ധർമ്മം പുരാണ അല്ലെ? പിന്നെ ധർമ്മം. ഭഗവാൻ ദേവകി പുത്രനായി അവതരിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? അതെ. പിന്നെ കലിയുഗത്തിലെ രക്ഷാമാർഗം. കലിയുഗത്തിൽ എങ്ങനെ പി- നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും എന്നുള്ള രക്ഷാമാർഗം. വെറുതെ പിന്നെ ആ ദിവസം പറഞ്ഞിട്ട് ഭഗവാന്റെ പോയില്ലേ, നമുക്ക് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഭഗ- അതിന്റെ പരമപ്രധാനമായിട്ടുള്ള പോയിന്റ്. പ്രഭു, ഒരു ഭഗവാന്റെ വ്യക്തിയുടെ ആത്മീയ ക്ഷേമം എന്താണ്? അത് വരുമോ? അതും കുഴപ്പമില്ല. ഭഗവാന്റെ പുരുഷാവതാരം, പുരുഷാവതാരങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ലീലാവതാരങ്ങള്. പിന്നെ ഭഗവാൻ അന്തർദാനം ചെയ്ത ശേഷം ധർമ്മം എന്തിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്? ആ അതെ അതെ അതെ. അപ്പൊ 6 അത് കാര്യങ്ങൾ നിങ്ങൾ ഭാഗവതം പഠിച്ചവർക്കൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിലെ പ്രധാനപ്പെട്ട ഒരു 3 ഞാൻ ചോദിച്ചത്. അതൊക്കെ പരമശ്രേയസ്, എഴുതിയിട്ടുണ്ട്. ധർമ്മം, കലിയുഗത്തിലെ രക്ഷാമാർഗം. എന്താണ് നമുക്ക് പരമശ്രേയസ് തരുന്നത്? എന്താണ് ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മസ്തു സാക്ഷാത് ഭഗവത് ഭഗവത് പ്രണീതം. പ്രണീനം. അതിന്റെ ഉത്തരമാണ് ധർമ്മം തു ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവത് പിന്നെ എന്താണ് പ്രണീനം. കലിയുഗത്തിലെ രക്ഷാമാർഗം? എന്താണ് രക്ഷാമാർഗം? ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അത് തന്നെയാണ് 18,000-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനമല്ലാതെ മറ്റൊരു വഴിയില്ല. ഈ 18,000 ശ്ലോകം പറഞ്ഞിട്ട് അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നാമസങ്കീർത്തനം യസ്യ. നാമസങ്കീർത്തനം മാത്രമാണ് സർവ പാപപ്രണാശനം. എല്ലാ പാപങ്ങളും കഴുകി തുടച്ച് നീക്കിക്കളയും. പ്രണാമോ ദുഃഖശമന, അത് നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും ശമിപ്പിക്കും. ആരുടെ നാമമാണ് നമ്മൾ ജപിച്ചെങ്കിൽ? ഹരിയുടെ നാമമാണ് ജപിച്ചെങ്കിൽ. അങ്ങനെയുള്ള ആ ഹരിയെ ഞാൻ പ്രണമിക്കുന്നു. തം നമാമി ഹരിം പരം. ആ ഹരിയുടെ നാമമാണ് ജപിച്ചെങ്കിൽ ആ ഹരിയെ ഞാൻ പ്രണമിക്കുന്നു. കാര്യം ആ ഹരിയുടെ നാമം ഇതെല്ലാം മാറ്റിത്തരും. സർവ പാപപ്രണാശനം പ്രണാമോ ദുഃഖശമന, എല്ലാ ദുഃഖങ്ങളും ശമിപ്പിച്ചു കളയും. പക്ഷെ അത് നമ്മൾ വിളിക്കേണ്ട ആളുടെ അഡ്രസ് അറിഞ്ഞ് വിളിക്കണം. നമ്മൾ റോങ് നമ്പറാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അല്ലെ? ഞാൻ ജപിക്കുമ്പോഴൊക്കെ ഞാൻ ഡയൽ ചെയ്യുന്നത് റോങ് നമ്പറിലാണ്. എന്ന് പറഞ്ഞ കാര്യം എന്താണ്? വിളിക്കേണ്ട ആൾ ഇങ്ങനെ അവിടെ വന്ന് നോക്കിയിരിക്കുക, 2 പേരിങ്ങനെ നോക്കിയിരിക്കുക നാമം കേൾക്കാനായിട്ടല്ലേ. നമ്മൾ ഡയൽ ചെയ്യുമ്പോ റോങ് നമ്പർ ആയതുകൊണ്ട് വേറെ എങ്ങോട്ടേക്കോ ഡൈവേർട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇപ്പൊ വിളിച്ച നമ്പർ നിലവിലില്ല, അല്ലെങ്കിൽ അത് ബിസിയാണ്, സബ്സ്ക്രൈബർ ഈസ് ബിസി, സോ ട്രൈ ആഫ്റ്റർ സം ടൈം. അത് കേൾക്കേണ്ട ആളിലേക്ക് എത്തിച്ചേരുന്നില്ല. കാര്യം എന്താണ്? നമ്പർ ഈസ് റോങ്. നമ്മൾ വിളിക്കേണ്ട ആളെ, ഒരു കൊച്ചുകുട്ടി എങ്ങനെ അതിന്റെ അമ്മയെ വിളിക്കുമ്പോ അമ്മയ്ക്ക് അത് പാല് കൊടുക്കാനാണെന്ന് മനസ്സിലായി അമ്മയെ ഓടിച്ചെന്ന് അതിന് പാല് കൊടുത്ത് അതിന്റെ വിശപ്പ് മാറ്റുന്നു. ആ രീതിയിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ ഇത് കേൾക്കും. ഭഗവാനിലേക്കാണ് തന്നെ നമ്മൾ ഡയൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് ഇത് കേൾക്കും, അറിയും. അല്ലേ? അതായത് ഈ സർവധർമാൻ പരിത്യജ്യ, അതായത് നമ്മുടെ ദ്രൗപദിയൊക്കെ കാണിച്ച പോലെ സർവ്വതും വെടിഞ്ഞിട്ട്, എല്ലാം വെടിഞ്ഞു, എന്റെ വസ്ത്രമോ അങ്ങനെ അതൊന്നും ഞാൻ എന്റെ കഷത്തിൽ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഒരു അഭിമാനം, ആത്മാഭിമാനം ഒന്നും തന്നെ ഞാൻ നോക്കുന്നില്ല. എല്ലാം ഞാൻ നിന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. ആ ഒരു സമർപ്പണ ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ചുണ്ട് അഹങ്കാരം, അല്ലെങ്കിൽ നമുക്ക് തന്നെ രക്ഷപ്പെടാം എന്നുള്ള സാഹചര്യത്തിൽ ഭഗവാൻ ഒരിക്കലും നമ്മളുടെ മുൻപിൽ എത്താറില്ല. സർവ്വതും ഉപേക്ഷിച്ചിട്ട്, എല്ലാം ഉപേക്ഷിച്ചിട്ട് നീ മാത്രമേ ശരണമുള്ളൂ, എനിക്ക് എന്റെ മക്കളോ കുട്ടികളോ ഭർത്താവോ ഭാര്യയോ അങ്ങനെ എന്റെ സുഹൃത്തുക്കളോ ഒന്നും തന്നെ രക്ഷയ്ക്കില്ല, നീ മാത്രമാണ് രക്ഷാമാർഗം എന്നുള്ള ആ ഒരു ശരണാഗതിയിൽ വിളിച്ചു കഴിയുമ്പോൾ ദ്രൗപദി എങ്ങനെ ഭഗവാനെ വിളിച്ചു? ഭഗവാന് ദ്രൗപദിക്ക് അക്ഷയമായി സാരി കൊടുത്തോ അതുപോലെ തന്നെ ഭഗവാൻ നമ്മളുടെയും രക്ഷയ്ക്കെത്തും തീർച്ചയായിട്ടും. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എത്രാമത്തെ ചോദ്യമാണ്?
അടുത്തത് 21. 21. കലിയുഗത്തിൽ ഭക്തി എങ്ങനെ രക്ഷാകവചമാകുന്നു? അതന്നെ കലിയു നാമസങ്കീർത്തനം കൊണ്ട് തന്നെ അല്ല, നമുക്ക് ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേരാം അല്ലേ? അതല്ലേ പ്രഭു? അപ്പൊ കലിയുഗത്തിൽ ഭക്തി സുലഭവും ആത്മശുദ്ധിക്കും ദൈവസമ്പർക്കത്തിനും ഏറ്റവും നേരായ മാർഗവുമാണ്. അതിനാൽ അത് രക്ഷാകവചവും തന്നെയാണ്. അതായത് ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം ആണ് കലിയുഗത്തില് എന്താണ്, അത് വളരെ സുലഭമാണ്, വളരെ ഈസിയാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്നും പോയി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഭക്തി എന്ന് പറഞ്ഞു. വളരെ അപ്പൊ എളുപ്പമുള്ള വഴിയാണ് വളരെ അല്ലേ? എളുപ്പം ആത്മസംശുദ്ധിക്കും ദൈവസമ്പർക്കത്തിനും നേരായ മാർഗമാണിത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകണ്ടീഷണൽ ലവ് ടുവേഴ്സ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അത് തന്നെയാണ് ഭക്തി എന്ന് പറഞ്ഞത്. അതായത് പരമ ദിവ്യോത്തമ പുരുഷനോടുള്ള എന്താണ്, നിർലോഭമായ, പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കാതെയുള്ള ആ ഒരു സ്നേഹത്തിനെയാണ്, ആ ഒരു വികാരത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ വെക്കാതെ, എനിക്ക് ഇന്നത് തന്നാൽ ഞാൻ നിനക്ക് ഇന്നത് തരാം, അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാതെയുള്ള ആ ഒരു സ്നേഹത്തിനെയാണ് ആ എന്ത് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ആം, കലിയുഗത്തിലെ ഭക്തി പ്രാക്ടീസ് ചെയ്യുകയാണ് ഏറ്റവും നേരായ മാർഗം. അതാണ് നമ്മളുടെ രക്ഷാകവചം. ആ ആ ഭക്തി കൊണ്ട്, ആ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം നമുക്ക് ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേരാം. പാദങ്ങളിൽ അങ്ങനെയൊന്നും എത്തിച്ചേരാൻ ശരിയാ? കുഴപ്പമില്ല. അങ്ങനെ 22. ഉപാസനയുടെ വിവിധ മാർഗങ്ങൾക്കിടയിൽ ഭാഗവത ശ്രവണത്തിന് ഉയർന്ന സ്ഥാനം നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് ഉപാസനാ മാർഗങ്ങളുണ്ട് അല്ലെ? ശ്രവണം, ആ കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞ് അതില് 3, 9. പരീക്ഷിത് മഹാരാജാവിന്റെ ശ്രവണത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രഭു അതെ. ഭഗവത്തിന്റെ പാദം. അല്ല പ്രഭു, അപ്പം ശ്രവണം നമ്മുടെ ഹൃദയത്തിലോട്ട് ഇറങ്ങുന്നു. ശ്രവണം നേരിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ടാണ് പോകുന്നത്. ശരിയാണോ? അപ്പൊ ശ്രവണമാണ് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന പടിയായിട്ട് കണക്കാക്കപ്പെടുന്നത് അല്ലെ? അതെ. പണ്ടൊക്കെ ഈ നമ്മൾ ഇങ്ങനെ എഴുതുന്ന പോലെ ഈ ബുക്കിൽ എഴുതി പഠിക്കോ, കമ്പ്യൂട്ടറിലും കാൽക്കുലേറ്ററും ഇങ്ങനത്തെ ഒന്നുമില്ല. സൂതഗോസ്വാമി അവിടെ ഇരുന്ന് എഴുതിയെടുത്ത ബുക്കിൽ എഴുതിയെടുത്തിട്ടാണോ? മുഴുവൻ എല്ലാം ഈ കേട്ട് ശ്രവണത്തിലൂടെയാണ് കേട്ടതല്ലേ? ശ്രവണം എന്നുള്ള ഉം. ഒരു ഉപാധി മാത്രമായിരുന്നു പണ്ടുള്ളവര് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? അവര് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പരീക്ഷിത് മഹാരാജാവ്, പ്രഹ്ലാദ് മഹാരാജാവ്, ദുന്ദുകാരി അതെ. എല്ലാവരും ആ ശ്രവണത്തിലൂടെ തന്നെ ഭഗവത് പാദങ്ങളിൽ അപ്പൊ ഈ എത്തിച്ചേർന്നവരാണ്. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മുടക്കുണ്ടോ? വെറുതെ ഇരുന്നാ മതി അല്ലേ? 2 ചെവി തുറന്നു വെക്കുക, എന്താണ്, നമ്മള് കണ്ണടയ്ക്കുക, മനസ്സിലേക്ക് കോൺസെൻട്രേറ്റ്, ഹൃദയത്തിലേക്ക് ആക്കി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതിയല്ലോ. കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാവ് എടുത്ത് ഉയർത്തി എന്താണ്, നമുക്ക് പാട്ട് പാടണം, നമുക്ക് സ്ട്രെയിൻ എടുക്കേണ്ടി വരും അല്ലെ? പാട്ട് പാടുക, ബുക്ക് വായിക്കുകയൊക്കെ നമുക്ക് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വിഷ്ണു സ്മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് ഭഗവാനെ സ്മരിക്കണമെങ്കിൽ അല്ലെ? ആ മനസ്സൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഭഗവാന്റെ രൂപം അവിടെ വരുത്തണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, നമുക്ക് പറ്റത്തില്ല. മറ്റു പല ശബ്ദങ്ങൾ കേൾക്കും, ഫോൺ ബെല്ലടിക്കും, SMS വരും, അത് വരും, വാട്സപ്പ് ചാറ്റ് വരും, ഫോൺ എന്താ പറയുന്നത്, ആരെങ്കിലും നമ്മളെ വീട്ടിൽ വിളിക്കും, അടുപ്പിലിരിക്കുന്ന കുക്കറിൽ നിന്ന് ശബ്ദം വരും, മിക്സി അടിക്കുന്ന ശബ്ദം വരും. അപ്പൊ എങ്ങനെയാ സ്മരണ സാധ്യമാകുന്നത്? അപ്പോ ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതാണ്, നമ്മള് വെറുതെ കണ്ണടച്ചിരുന്ന് ചെവി കൂർപ്പിച്ച് നമ്മളുടെ ഹൃദയത്തിലേക്കുള്ള കവാടമാണ് 2 ചെവികളും അല്ല, ഗേറ്റ് വേ ടു ദ ഹേർട്ട്. ഭഗവാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എല്ലാവരുടെയും അല്ലെ? സർവസ്യ ചാഹം ഹൃദയ സന്നിവിഷ്ട എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ? എല്ലാവരുടെയും ഹൃദയം. അപ്പൊ ഹൃദയത്തിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ 2 ചെവികളാണ്. അപ്പൊ പരമദിവ്യോത്തമ പുരുഷൻ ഇരിക്കുന്നതും ഹൃദയത്തിലാണ്, എല്ലാവരുടെയും പരമാത്മാവായിട്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള വെരി ഈസി മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശ്രവണം തന്നെയാണ്. ഏറ്റവും എളുപ്പത്തിൽ ഭഗവാനെ പ്ലീസ് ചെയ്യാനുള്ള മാർഗം, മറ്റുള്ളതിന് അതായത് ഏറ്റവും നമുക്ക് എളുപ്പമായിട്ടുള്ള മാർഗം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണം തന്നെയാണ്. അതായത് മറ്റുള്ള ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് കമ്പൈൻഡ് ആയിട്ടാണ് അതെല്ലാം പോകുന്നത് അല്ലെ? നമ്മൾ കീർത്തനം ചെല്ലിയാലും എന്താണ്, അത് ശ്രവിച്ചാൽ മാത്രമേ അതിന്റെ എഫക്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ആ കീർത്തനത്തിന്റെ എഫക്റ്റ് ഇല്ല. മനസ്സിലായില്ലേ? അതാണ് ആ നമ്മൾ ജപിക്കുമ്പോഴും കൂടി വെളുക്ക ജപിക്കാൻ നമ്മുടെ ചെവിയിറക്കി ജപിക്കുന്നത് നമ്മൾ കേൾക്കണം. അത് കേട്ടോണ്ട് ജപിക്കുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് ഉള്ളത്. കേട്ടോണ്ട് ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ നാമം ആരെ പറ്റിയാണ്? ഹരിയും ഹരിയുടെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പം ഭഗവാനെ പറ്റി പറയുന്നു, ഭഗവാനെ പറ്റി കേൾക്കുന്നു, ഭഗവാനെ പറ്റി സ്മരിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ഈ മൂന്ന് സംവിധാനം, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഇത് മൂന്നുമാണ് കണക്റ്റഡ് ആണ്, ഇന്റർ റിലേറ്റഡ്. നമ്മള് ജപിക്കുന്നു, അത് നമ്മൾ തന്നെ കേൾക്കുന്നു, എന്നിട്ട് ഇത് ഉള്ളിൽ അവിടെ ആരാണ് ഇരിക്കുന്നത്? ഹൃദയത്തിൽ പരമാത്മാവ്. ആ പരമാത്മാവിനെ നമ്മൾ ഹൃദയത്തിൽ കാണുകയും കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയി. പക്ഷെ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ശ്രവണമാണ്. കാര്യം ആ ശ്രവണത്തിൽ കൂടെ ഭഗവാനിലേക്ക് നമുക്ക് എളുപ്പം എത്താൻ സാധിക്കും. കാര്യം ഈ രണ്ട് ചെവിയും എങ്ങോട്ടേക്കാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഗേറ്റ് വേ ആണ്. ഹൃദയത്തിലാണ് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ഇരിക്കുന്നത്. ഹരിഹോൾ. അടുത്ത ചോദ്യം. ഈ അധ്യായ പ്രകാരം ദൈവനാമസ്മരണയുടെ പ്രാധാന്യം വിശദീകരിക്കുക. എന്താണ് നാമസങ്കീർത്തനം? യസ്യ സർവപാപ പ്രണാശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ പാപങ്ങളും തീരുന്നു. പാപങ്ങളും ഈ നമുക്ക് ഇല്ലാതാകുന്നു. കലിയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞമാണ് അല്ലെ? നാമയജ്ഞം. യജ്ഞേ സങ്കീർത്തന പ്രായേ യജന്തസി സുമേധസ. ബുദ്ധിയുള്ളവരൊക്കെ കലിയുഗത്തിൽ നാമസങ്കീർത്തനം പ്രാക്ടീസ് ചെയ്യും എന്നാണ് നമ്മളെ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ പറ്റി നമ്മള് ഭാഗവതത്തിൽ പഠിക്കുന്നത് അല്ലെ? അതെ. ഏത് ശ്ലോകമാണ് അത് പറയുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യജ്ഞേ സങ്കീർത്തന പ്രായേ യജന്തസി സുമേധസ. കൃഷ്ണവർണം തുഷാ ആകൃഷ്ണം സാങ്കോപാങ്കാസ്ത പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായേർ യജന്തസി സുമേധസ. കൃഷ്ണവർണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണവർണം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ഗോത്രത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ആരാണ്? കൃഷ്ണൻ തന്നെ, സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണവർണം. തുഷ അകൃഷ്ണം. പക്ഷെ നോക്കുമ്പോൾ എന്താണ്? അകൃഷ്ണമായിട്ടാണ് ഇരിക്കുന്നത്. കൃഷ്ണന്റെ നിറമല്ല. എന്ത് നിറമാണ്? സ്വർണ്ണവർണ്ണമാണ്. അകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണം. സാങ്കോപാങ്കാസ്ത പാർഷദം. അതായത് കയ്യില് ആയുധങ്ങളൊന്നുമില്ല. ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ആയുധമുണ്ട്, പക്ഷെ ഈ അവതാരത്തിന് അങ്ങ് ആയുധമില്ല. പക്ഷെ എന്താണ്? പാർഷദന്മാരോട് കൂടിയാണ് ഭഗവാൻ എല്ലാ അവതാരത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കുറെ പാർഷദന്മാര് കൂടെ പോകാറുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ പാർഷദന്മാര് കൂടെ ഉണ്ടായിരുന്നു. സാങ്കോപാങ്കാസ്ത സംഘം ചേർന്ന് പാർഷദന്മാരുമായിട്ട് അദ്ദേഹം നടന്നുപോയി. സാങ്കോപാങ്കാസ്ത പാർഷദം. യജ്ഞേ സങ്കീർത്തന പ്രായേർ. അദ്ദേഹം ഒരു എന്ത് വിഭാവനം ചെയ്തു? ഒരു പ്രസ്ഥാനം വിഭാവനം ചെയ്തു. അതാണ് യജ്ഞേ അതായത് നാമസങ്കീർത്തന യജ്ഞം. യജ്ഞേ സങ്കീർത്തന പ്രായേർ യജന്തസി സുമേധസ. ബുദ്ധിയുള്ളവരൊക്കെ ആ മാർഗം പിന്തുടർന്നു. കാര്യം ബുദ്ധിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇതാണ് പരമമായ ലക്ഷ്യം. ഇത് ഫോളോ ചെയ്താൽ മാത്രമേ ഈ കലിയുഗത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ, കേരളത്തിലുള്ള 99% ആൾക്കാരും ഇങ്ങനെയല്ലേ പോകുന്നത്, അതുപോലെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാകും. യജ്ഞേ സങ്കീർത്തന പ്രായേർ യജന്തസി സുമേധസ. അതാണ് ഭാഗവതത്തിൽ പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ പറ്റി സൂചിപ്പിക്കുന്ന ശ്ലോകമാണത്. മനസ്സിലായില്ലേ? കൃഷ്ണവർണം തുഷ ആകൃഷ്ണം സാങ്കോപാങ്കാസ്ത പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായേർ യജന്തസി സുമേധസ. അപ്പൊ ബുദ്ധിയുള്ളവരൊക്കെ തന്നെ ഈ പറയുന്ന ഈ നാമസങ്കീർത്തനം ഫോളോ ചെയ്യും. അപ്പൊ അതാണ് യജ്ഞം, കലിയുഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട യജ്ഞം. അപ്പൊ ഹൃദയശുദ്ധി നൽകുന്നു, ദൈവാനുഗ്രഹവും ദിവ്യോത്തമ പുരുഷന്റെ പ്രീതിയും ഉണ്ടാകുന്നു. ഇതാണ് ഇതിന്റെ ആ ഒരു ആൻസർ. പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയശുദ്ധി. നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ എന്താണ്? ചേതോ ദർപ്പണ മാർജനം ഭവമഹ ദാവാഗ്നി നിർവാപണം. നമ്മളുടെ എല്ലാ ഭൗതിക അഗ്നികളും ദഹിപ്പിച്ചു പോകുന്നു. ഹൃദയത്തിലെ എന്താണ്? മാലിന്യങ്ങൾ, ജന്മജന്മാന്തരങ്ങളായിട്ട് അടങ്ങിയ മാലിന്യങ്ങളെല്ലാം അത് തുടച്ചു നീക്കുന്നു. അപ്പൊ അങ്ങനെയാണ് മനസ്സിലായത്. ഇനി അടുത്തത് 24ാമത്തെ ചോദ്യം. ധർമ്മത്തിന്റെ ക്ഷയം മനുഷ്യ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രതിഫലനം സൃഷ്ടിക്കുന്നു? ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുമ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കും എന്നുള്ളൊരു ശ്ലോകം പഠിച്ചിട്ടുണ്ടല്ലോ. ഏതായിരുന്നു? ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം ധർമ്മസ്യ
തദാത്മാനം തദാത്മാനം സൃജാമ്യഹം സൃജാമഹം പരിത്രാണായ പരിത്രാണായ സാധൂനാം സാധൂനാം വിനാശായ ചതുഷ്കൃതാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മസംസ്ഥാപന സംഭവാമി യുഗേ യുഗേ. സംഭവാമി യുഗേ ധർമ്മം യുഗേ. സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ധർമ്മക്ഷയം സംഭവിക്കുന്ന മനുഷ്യന്റെ ആത്മീയ ശക്തി കുറയുകയും അശാന്തിയും അജ്ഞതയും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഉം. അപ്പൊ അതാണ് അതിന്റെ പ്രതിഫലനം. അശാന്തിയും അജ്ഞതയും ഒക്കെ വർദ്ധിക്കുന്നു. അതാണ് അതിന്റെ പ്രതിഫലനമായിട്ട് പിന്നെ നമുക്ക് പറയാൻ. ക്രോധം അതെല്ലാം നമുക്ക് വരും അതെല്ലാം അതിന്റെ അല്ലെ? ബൈ പ്രോഡക്ട്സ് ആണ്. അശാന്തി അജ്ഞത കൊണ്ടുണ്ടാകുന്നതാണ് അതെല്ലാം. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതല്ല അത്. കാമക്രോധ ലോഭങ്ങൾ നമുക്ക് കൂടും. അതെ. ഇനി അടുത്ത് 25. ഭാഗവതം പരമപുരുഷാർത്ഥമായി കണക്കാക്കപ്പെടുന്ന എന്തുകൊണ്ടാണ്? അതാണ് പരമാനന്ദവും അതൊക്കെയല്ലേ പരിശുദ്ധമാണ് പുരുഷാർത്ഥങ്ങൾ ഭാഗവതം. ഏതൊക്കെയാണ്? അപ്പൊ ആദ്യം നമ്മൾ പുരുഷാർത്ഥങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് ഇതിൽ പരമപുരുഷാർത്ഥം എന്താണെന്ന് നോക്കാം. എന്താണ് പുരുഷാർത്ഥങ്ങള്? ധർമ്മ, ആർക്കാ അർത്ഥ, പറയുന്നത്? അർത്ഥം കാമം മോക്ഷം. ധർമ്മം അർത്ഥം കാമം മോക്ഷം. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ധർമ്മം ചെയ്യുക, പിന്നെ കുറച്ച് സമ്പാദിക്കുക, പിന്നെ എന്താണ് കുറച്ചൊക്കെ ആഗ്രഹിക്കുക, സമ്പാദിക്കുക. പിന്നെ അടുത്ത എന്താണ് പിന്നെ മോക്ഷം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ട എന്തൊക്കെയാണ്? നമ്മൾ 4 വർണ്ണങ്ങളിൽ കൂടെ 4 ആശ്രമങ്ങളിൽ കൂടെ കടന്നു പോയാലേ ഇത് അനുഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ. 4 വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. എന്നിട്ട് അവർ ഈ പറയുന്ന വർണ്ണത്തിലുള്ളവർ ഈ 4 ആശ്രമങ്ങൾ ഫോളോ ചെയ്യണം. ഏതാണ്? ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. വാനപ്രസ്ഥം, സന്യാസം. സന്യാസം. ഈ 4 ആശ്രമങ്ങളിൽ കൂടെ പോയാൽ മാത്രമേ ഈ പുരുഷാർത്ഥങ്ങള് അവർക്ക് എന്താണ് നടപ്പാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റത്തുള്ളൂ ഈ പുരുഷാർത്ഥങ്ങൾ. അപ്പോൾ അത് ഒരു വളരെ സ്ലോ പ്രോസസ് ആണല്ലേ. ഭാഗവതം എന്ന് പറയുന്ന ഡയറക്റ്റ് പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തുകയാണ്. ഈ വളഞ്ഞ വഴിയല്ല പോകുന്നത്. നേരിട്ട് നമ്മള് എങ്ങോട്ടേക്കാണ് പോകുന്നത്? സത്യം പരം ധീമഹി. സത്യം സത്യം പുനഃസത്യം ഉദ്ധൃത്യ ഭുജമുച്യതേ വേദാശാസ്ത്രം പരം നാസ്തി നദൈവം കേശവാത് പരം. ആ പരമ ദിവ്യോത്തമ പുരുഷനായ കേശവനിലേക്ക് ഡയറക്റ്റ്ലി ഏടി വെച്ച് കയറുന്ന ആ ഒരു സംഭവമാണ് ഭാഗവതത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന 4 വർണ്ണങ്ങളിലൂടെയും 4 ആശ്രമങ്ങളിലൂടെയും കടന്ന് ഈ പുരുഷാർത്ഥങ്ങളിൽ കൂടെ എത്തുകയല്ല ചെയ്യുന്നത്, മോക്ഷത്തിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ്ലി ആണ് പോകുന്നത് പരമപുരുഷാർത്ഥത്തിലേക്ക്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. കാരണം ഈ ദൈവസാക്ഷാത്കാരത്തിലെ നമ്മൾ നേരിട്ട് പോകുന്നു, ഡയറക്റ്റ്, വിത്തൗട്ട് എനി ഡിപ്പെൻഡൻസി. വി ആർ ഗോയിങ് ഡയറക്റ്റ്. ഇതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായല്ലോ? ഹരേ കൃഷ്ണ. ഞാനിത് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ ഒന്ന് കൂട്ടി നോക്കിയിട്ട് എത്ര മാർക്ക് ഉണ്ടെന്ന് ഞാൻ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ പറയാം. കൂട്ടാന് എന്താ കൂട്ടി വെച്ചിരിക്കുകയാണോ പ്രഭു? വൺ വേർഡ് ഒക്കെ ശരിയാണ്, ബാക്കിയൊക്കെ കൊറേയൊക്കെ ശരി. അതിലെങ്ങനെ കൂട്ടുക? അരമാർക്കും ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഫുള്ള് കൊടുത്തോ, ഇതിന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പകുതി ഉറക്കത്തില പ്രഭു. ഞാൻ അമ്പിയ മാതാജി എനിക്ക് 20 വരെ ഉള്ളു പ്രഭു. 20 വരെ. 20. വെരി ഗുഡ്. നല്ല മാർക്കാണല്ലോ. കൃഷ്ണമാരി മാതാജി ബാക്കിയെല്ലാം പോയി. 9 ഉള്ളു പ്രഭു. ഞാൻ ആ 1 വേർഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ പ്രഭു. ഹരേ മറ്റേ കൃഷ്ണ. ഒന്നും എഴുതി കുഴപ്പമില്ല മാതാജി. ഇമ്പോസിഷൻ ഒന്നും ഇല്ല മാതാജിക്ക്. ഇളവ് തന്നിരിക്കുന്നു. പ്രഭു. 9 ഈ സമയത്തല്ലേ, കുറച്ച് വായിക്കെങ്കിലും ചെയ്തേ. മാതാജി എല്ലാ ക്ലാസ്സിലും കയറുന്നല്ലേ. അപ്പൊ മാതാജി ഇന്നില്ലായിരുന്നു. ഞാൻ ഓർത്ത് മാതാജി ഞാനും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നോത്തരി കളിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പിന്നെ 1-2 പേര് കയറിയത്. ഹരേ കൃഷ്ണ. പിന്നെ സവിത മാതാജി. പ്രഭു, ഞാനും ക്വസ്റ്റ്യൻ എന്താന്ന് അറിയാലോ എന്ന് വിചാരിച്ച് കയറിയതായിരുന്നു. പക്ഷെ എനിക്ക് 15 മാർക്കുണ്ട്. ആദ്യത്തെ 10 ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അതെല്ലാം ശരിയായി. പിന്നെ ഞാൻ ഈ മറ്റേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതിയതൊക്കെ ഒരു ശരിയായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടിൽ എഴുതിയതാണ്. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് 15 മാർക്ക് കിട്ടി പ്രഭു. ഞാൻ സന്തോഷവതിയാണ്. മാതാജി ഒന്നും പ്രിപ്പയർ ചെയ്യാതെ, പുസ്തകമൊന്നും ഇല്ലാതെ, മാതാജി ഇന്നലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കണ്ടിരുന്നു. ഞാൻ കണ്ടിരുന്നു. ഓക്കെ.
അത് ഞാൻ അത് കണ്ടില്ല പ്രഭു. ഞാൻ സത്യം പറഞ്ഞ ഇന്നാണ് നോക്കാൻ ഉം. വിട്ടുപോയി. ഉം. അത് നോക്കിയതൊന്നുമില്ല ഞാൻ രാധേ ഇന്നലെ പ്രഭു. എന്തെങ്കിലും അറിയുന്നത് വായിച്ചായിരുന്നു. എഴുതി അത്രേ ഉള്ളൂ. നോക്കിയിട്ടൊന്നുമില്ല രാധിക ഞാൻ. മാതാജി അതിന് ആ വൺ വേർഡ് ഫുള്ള് 10 ശരിയാണ്. പിന്നെ 14 അത്ര ഒന്നും എഴുതിയിട്ടില്ല. 2-3 മറ്റേതിൽ എനിക്ക് തെറ്റിപ്പോയി. ടോട്ടൽ ഞാൻ ടോട്ടൽ നോക്കിയില്ല. 25 എത്ര 11 to 25 അല്ലേ? അപ്പൊ 15 13 12 ഒക്കെ ശരിയാവും പ്രഭു. 12, 10, 22 അത്രേ ഉണ്ടാവുള്ളൂ. ഹരേ കൃഷ്ണ. പത്മ മാതാജി എനിക്കും 15. ഹരേ കൃഷ്ണ. ആദ്യത്തെ എല്ലാം ശരിയാ, പിന്നത്തെ ഉം. ഒക്കെ എല്ലാം കറക്കി കുത്തും, എല്ലാം ഒന്നും ചിലതൊക്കെ അറിയത്തില്ല. എഴുതി. പിന്നെ നമ്മള് ആ ഒരു പരമ്പരയും പിന്നെ 6 ധർമ്മം 6 ക്വസ്റ്റ്യൻസും അതൊക്കെ ഫുൾ നന്നായി എഴുതി. ചിലതൊക്കെ പകുതി പകുതി എഴുതി. കുഴപ്പമില്ല, ഇത്രയൊക്കെ എഴുതിയല്ലോ. ഇപ്പൊ എന്തായാലും സന്തോഷം, നിങ്ങളൊക്കെ കെയർ ചെയ്യില്ല. കാര്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നോത്തരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോ കയ്യോടെ ഞാൻ വിചാരിച്ചു ഓഫീസിൽ ഇരുന്നുകൊണ്ട് അത് അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ്. ഓർക്കാൻ വരും. അപ്പൊ നിങ്ങൾ കെയർ ചെയ്യലോ. ഇനിയിപ്പോ അടുത്ത ആഴ്ചയിലെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഉണ്ടാവും. ഇനി നമുക്ക് അല്ലെ തേർഡ് ചാപ്റ്റർ. പ്രഭു എപ്പോഴും പറയാറില്ലേ, മാർക്കിലല്ല അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക, അതിലാണല്ലോ അതെ പ്രാധാന്യം. അതെ മാതാജി, അറ്റൻഡ് ചെയ്യുന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. നിങ്ങൾ മാർക്ക് കുറവുള്ളവരൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അടുത്ത ആഴ്ചയിൽ എന്താ പ്രഭു? അടുത്ത ആഴ്ച അടുത്ത ചാപ്റ്റർ അടുത്ത ബുധനാഴ്ച. സെക്കൻഡ് ചാപ്റ്റർ. ഇത് ഫസ്റ്റ് അല്ലേ? മറ്റേ സെക്കൻഡ്. അത് കഴിഞ്ഞ്, അതായത് നമ്മുടെ ദിവ്യത്വവും ദിവ്യസേവനവും എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിന്റെ, ഇത് ഋഷിമാരുടെ ചോദ്യങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. ഇതുള്ള ദിവ്യത്വവും ദിവ്യസേവനവും അതൊരു കഴിഞ്ഞ് അതിന്റെ അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എടുക്കാം. അവതാരങ്ങളോ അങ്ങനെയൊക്കെയാണ്. എനിക്കൊന്നും അറിയത്തില്ലാത്തതാണ്, എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഒരുമിച്ച് വായിച്ചങ്ങ് പോവാം. അന്ന് അവതാരങ്ങള് എത്ര 20 എത്രയല്ലേ പ്രഭു ആ ചാപ്റ്ററിൽ? 24. 24. ഓക്കെ. സനകാദികൾ തൊട്ടിട്ട് അല്ലേ? പലതരത്തിലുള്ള ഉണ്ടല്ലോ, 6 തരത്തിലുള്ള അവതാരം: ലീലാവതാരം, ഗുണാവതാരം, മന്വന്തരാവതാരം, സത്യാവശ പിന്നെ സത്യാവശാവതാരം. അങ്ങനെ കുറെ ടൈപ്പുള്ള അവതാരങ്ങൾ. അതിൽ ഓരോന്നിന്റെയും ചിലത് 2-3 പേര് ഓവർലാപ്പ് ആയിട്ട് വരും. അല്ലേ? പരസ് ഭാഗവതം പല സ്ഥലത്തുനിന്നും കേൾക്കുന്നു, എല്ലാം കൂടി ഇപ്പൊ ഒരു കൺഫ്യൂസ്. അങ്ങനെ മാതാജി എന്തെങ്കിലും തെറ്റുപറ്റി എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഭാഗവതം എന്റെ ക്ലാസ് കൃഷ്ണ, കേട്ടിട്ട് നാളുകളായി. പ്രഭുവിന് നമ്മള് പറഞ്ഞതാ, പ്രഭുവൊക്കെ അത്രേ ഹൈ ലെവലില് ഞങ്ങളെ കാട്ടിലൊക്കെ. കൃഷ്ണ, അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അയ്യോ, കയ്യിലവൻ. ഞാന് ഭാഗവതം ഞാൻ പഠിച്ചിട്ട് വന്ന് എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ സമയം കിട്ടാതെ. ഞാൻ ഭാഗവതമൊക്കെ എടുത്ത് വായിക്കണം എന്ന് വിചാരിച്ചിരുന്നു, അപ്പോഴേ ഓർക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ നിങ്ങളെ തത്വങ്ങളൊക്കെ വരുമ്പോഴാണ് ഒന്നും നമുക്ക് അറിയാത്ത പ്രഭു. മറ്റേത് ഡയറക്റ്റ്ലി കഥയൊക്കെ. ഉറക്കം വരുന്ന കാരണം ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെയാ വരുന്നത്. ഇനി സമയം കിട്ടിയാൽ തന്നെ എടുത്തു വെച്ചാ ഉറക്കം വരും. നാമജപിക്കാൻ ഇരുന്നാലും ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ തുറന്നാലും ഉറക്കം വരുന്ന കാരണം ഞാനത് തുറക്കാറില്ല. നിങ്ങളുടെ ഒപ്പമാണ് തുറക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പം ഹരേ കൃഷ്ണ. നമുക്ക് അപ്പൊ നമ്മള് വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധു ഭേവച്ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആനന്ദകോടി വൈഷ്ണവന്തി കി ജയ. ആനന്ദകോടി ആചാര്യ की जय, श्रील प्रभुपाद की जय, गुरु महाराज निताय गौर प्रेमानंदे। हरि हरि बोल। हरे कृष्ण। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.